രാമായണ മാസത്തിന് തുടക്കമിട്ട് കർക്കടകം 1. രാമകഥാശീലികളുടെ ദിനരാത്രങ്ങൾക്ക് തുടക്കം. കർക്കടകത്തേരേറി വരുന്ന രാമായണ മാസത്തെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഒരുങ്ങി. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി. വിഷാദവും ആഘോഷാരവങ്ങളും ഭക്തിനിർഭര നാമാവലികളും ഇടകലർത്തിയ അധ്യാത്മരാമായണം മനുഷ്യ മനസ്സുകളിലേക്ക് പുണ്യമായി പെയ്തിറങ്ങുന്ന കാലമാണ് കർക്കിടകം. രാമപുരം തറയിൽ വീട്ടിലെ സുമതി രാമകൃഷ്ണന്റെ രാമായണ പാരായണം ശ്രദ്ധിക്കാം. നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നാരായണായ നമോ നാരായണ ശ്രീരാമനാമം പാടി വന്ന പെൺകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ. ജ്ഞാനമാർഗത്തിൽ തലമുറകളെ വഴി നടത്തുന്ന പുരാണ സുഹൃതം. നിത്യം രാമായണം വായിക്കുന്ന രീതി ഇന്നും കേരളത്തിലുണ്ട്. ഏറ്റവും ഉത്തമമായ വായനയും അതുതന്നെ. പക്ഷേ കർക്കിടക മാസത്തിൽ വ്രതം പോലെ രാമായണം വായിക്കാനും മനനം ചെയ്യാനുമായി പിൽക്കാലത്ത് ശീലിച്ചു തുടങ്ങി. പഴയ കർക്കിടകക്കാലം അതിനു പറ്റിയതായിരുന്നു. കുളിച്ച് ശുദ്ധി വരുത്തി വേണം പാരായണം. ശുഭ്രവസ്ത്രം ധരിക്കണം. ഭസ്മമോ ചന്ദനമോ തുടണം. നിലവിളക്ക് കൊളുത്തി വെക്കുക. 2 or 5 തിരികളിടാം. കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വേണം വായിക്കാൻ. ആവണി പലകയിലിരുന്നായിരുന്നു പണ്ടുള്ളവർ വായിച്ചിരുന്നത്. തടുക്കുപായോ കട്ടിയുള്ള തുണിയോ ഉപയോഗിക്കാം. വെറും നിലത്തിരുന്ന് വായിക്കരുത്. i4u ന്യൂസ്, പാല.